ഹായ്, ഞാൻ വീണ്ടും ജസ്നയുടെ നമ്മുടെ താത്തയുടെ കാര്യം പറയാനാണ് വന്നത്. ഫസ്റ്റ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. പിന്നെ എനിക്ക് തന്നെ തോന്നി വേണ്ട, നമ്മൾ എന്തിനാവശ്യമില്ലാതെ ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതെന്ന് തോന്നി. പക്ഷേ ഇപ്പോൾ അറിഞ്ഞ ന്യൂസ് വെച്ച് നോക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് ഞാൻ പ്രതികരിച്ചു പോകും. ഇപ്പം ഒരു രീതിയിലാണ് പോകുന്നത്. നേരത്തെ ഇങ്ങനെയായിരുന്നു, പക്ഷെ എന്നാലും പേടിയായിരുന്നു. പക്ഷെ ഇപ്പം അത്രയും പേടിയില്ല. എന്താണെന്ന് വെച്ചാൽ ന്യായമാണ് പറയുന്നത്, അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഹൈക്കോടതിയെ ഒരു വിലയും കൽപ്പിക്കാതെ, ഹൈക്കോടതിയുടെ ഓർഡറിന് ഒരു തരി വില പോലും വെക്കാതെ അവിടെ വന്ന് അത്രയും കാണിക്കുകയും അത് വീഡിയോ ആക്കി എടുക്കുകയും അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തത് സമ്മതിച്ചിരിക്കുന്നു. താത്ത നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. എങ്ങനെ പറ്റുന്നു ഇത്രയും തൻ്റെ ഇടത്തോടെ ഇങ്ങനെ ചെയ്യാൻ? ഒരേ പാറ്റേൺ ഫോട്ടോ, കൃഷ്ണൻ്റെ ഒരേ പാറ്റേൺ ഫോട്ടോ അത് വരയ്ക്കാം. കോപ്പി പേസ്റ്റ്, കാർബൺ കോപ്പി, ഈസിയായിട്ട് പറഞ്ഞ കാർബൺ കോപ്പി. വേറൊരെണ്ണം വരയ്ക്കാൻ വെണ്ണക്കണ്ണനെ ഇഷ്ടമെന്ന് പറയുന്നു. വെണ്ണക്കണ്ണൻ ഏതൊക്കെ രീതിയിലുള്ളതുണ്ട്. അതെന്താ നിങ്ങൾ വരയ്ക്കാത്തത്? നിങ്ങളെക്കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ടാണ് നിങ്ങൾ വരയ്ക്കാത്തത്. ഞാനാണേലും ഒരുപാട് കഷ്ടപ്പെട്ട് ഓരോ വീഡിയോസും ഓരോ പെയിൻറ്റിങ്സും ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിങ്സ് ചില സമയത്ത് എൻ്റെ കുഞ്ഞെടുത്തുകൊണ്ട് പോകും. അത് ബെഡ്ഷീറ്റിലും അങ്ങനെയൊക്കെ ആക്കി കളഞ്ഞിട്ടുണ്ട് ചെറുപ്രായത്തിൽ. ഇപ്പം അവൻ 5 വയസ്സാണ്. ഒരു 2, 2.5, 3 വയസ്സൊക്കെ, 3-3.5 വയസ്സൊക്കെ ആ സമയത്ത് അവനെ ഈ പരിപാടിയെല്ലാം ചെയ്തിട്ടുണ്ട്. അന്നേരം അവനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഒക്കെയുണ്ട്. മ്യൂറൽ വർക്കൊക്കെ ഡ്രസ്സിൽ ട്രെൻഡിങ് ആയിരുന്ന സമയത്ത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ കുഞ്ഞിനിങ്ങനെ ഒരെണ്ണം വേണം. ഞാൻ തന്നെ ഓർത്തു, എന്തുകൊണ്ട് എനിക്കൊന്ന് പഠിച്ചിട്ട് ചെയ്തുകൂടാ. ആ സമയം കൊറോണ സമയത്തൊക്കെ ഞാൻ ഒത്തിരി വീഡിയോസ് കണ്ടിരുന്നു. മ്യൂറൽ വർക്കിൻ്റെ എങ്ങനെയാണ് നമ്മൾ വരച്ച് പഠിക്കേണ്ടത്, കണ്ണിൻ്റെ ലൊക്കേഷൻസ്, കണ്ണിൻ്റെ ഇത് എങ്ങോട്ടാണ്, ഏതൊക്കെ രീതിയിലുള്ള കണ്ണുകൾ, മൂക്കാണേലും നമ്മുടെ ചുണ്ടാണേലും എല്ലാം, ഫേസിൽ കട്ടാണേലും, അങ്ങനെ ഓരോ ഡിസൈൻസ് പാർട്ട് ബൈ പാർട്ടായിട്ട് ഞാൻ പഠിച്ചിട്ട് ഞാൻ തന്നെ ചെയ്ത് തുടങ്ങി. അതുപോലെ തന്നെ താത്തയ്ക്ക് ബിസിനസ് ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആക്കാം. പക്ഷേ കോടതിയെ ഒരു വില പോലും കൽപ്പിക്കാതെ ഈ ചെയ്തത് മഹാ തെറ്റാണ്. ഞങ്ങളിതിൻ്റെ അനുഭവിക്കും. കൃഷ്ണനെ ഇഷ്ടമാണെന്ന് പറയുന്നു, ഭക്തിയാന്ന് പറയുന്നു. അത് പറയുന്നതിൽ ഒരു തരി സത്യമെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. അതേസമയം ആ പറയുന്നത് പച്ചക്കള്ളമാണ്, മാർക്കറ്റിംഗ് തന്ത്രമാണെന്നുണ്ടെങ്കിൽ അതിനുറപ്പായിട്ടും തിരിച്ചടി കിട്ടിയിരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പെയിൻറ്റിങ്സ് ഞാൻ വരച്ച് വെച്ചത് കാണിച്ചു തരാം. കുഞ്ഞിനെ കാണിക്കാതെ മാറ്റി വയ്ക്കാൻ ഇച്ചിരി പാടാണ്. അപ്പം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു പീകോക്കിൻ്റെ ഇതാണ്, ആക്രിലിക് പെയിൻറ്റിൻ്റെ ഇത് ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ട്. അത് കുഞ്ഞ് ചെറുതായിട്ട് കീറിയതാണ്. ഇതൊന്ന്, അതുപോലെ തന്നെ ഇത് വേറൊന്ന്, ശ്രീകൃഷ്ണൻ്റെ. അതുപോലെ തന്നെ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ പീകോക്ക് ഡിസൈൻ, ഗണപതി, ഇത് പേപ്പറിൽ ചെയ്തതാണ്. ഹനുമാൻ ശ്രീ, ഇതും ചെറുതായിട്ട് കീറിയത് കുഞ്ഞിനാണ്. ഇൻകംപ്ലീറ്റ് ആവാനുള്ളത് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ലാസ്റ്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഈ ഭാഗത്ത് പെയിൻറ്റ് ചെയ്ത് പോയി കുഞ്ഞ്, അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഡ്രസ്സിൽ പെയിൻറ്റ് ചെയ്തത്
ഞാനായിട്ട് തയ്ച്ചിട്ട് ഒരു ഷർട്ടാക്കിയിട്ട് അതിൽ പെയിൻറ് ചെയ്തത്. ക്യാൻവാസിൽ ഓൾറെഡി 2 ചെയ്തിട്ടുണ്ട്. ഒന്ന് ദശാവതാരം, കുഞ്ഞുണന്നു അപ്പം ഇങ്ങെടുത്തതാണ്. പക്ഷെ പാലൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ചൂടായതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സൊന്നും ഇടുന്നില്ല ഇപ്പം. താത്തയ്ക്കെതിരെ പറയാൻ കുഞ്ഞുമുണ്ട്. പല വീഡിയോസും ഞാൻ പെയിൻറ്റിങ്സ് ചെയ്തതെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല രീതിയിൽ വൃത്തിക്ക് ആര് പെയിൻറ്റ് ചെയ്യുന്നോ അവരെ ഹിന്ദുസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും അവരുടെ ജാതിയിലുള്ള സെയിം ആൾക്കാരാണെങ്കിൽ പോലും ഒന്ന് മൈൻഡ് പോലും ചെയ്തില്ല. അതേസമയം പെട്ടെന്നൊരു ദിവസം എവിടെ നിന്നോ പൊട്ടിമുളച്ചതുപോലെ ഒരു മുസ്ലിം യുവതി വന്നിട്ട് കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ചു. അപ്പോഴത്തേക്കും ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും അങ്ങ് സന്തോഷമായി. കൃഷ്ണനെ അന്യമതസ്ഥയായ ഒരു സ്ത്രീ വരയ്ക്കുന്നു. എന്തത്ഭുതമാണ്! കൃഷ്ണനോട് എത്ര അങ്ങനെ സ്നേഹം തോന്നാൻ എന്താണ് കാരണം? താത്ത തന്നെ പറഞ്ഞിട്ടുണ്ട്, കണ്ണാന്ന് എന്നെ ചെറുപ്പത്തിൽ വിളിക്കുമായിരുന്നു, എനിക്കിഷ്ടമല്ലായിരുന്നു. അങ്ങനെയുള്ള വ്യക്തി എങ്ങനെയാണ് പിന്നീട് കണ്ണിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്? എവിടെയോ ആരുടെയോ കൂട്ടുകാരുടെ വീട്ടിൽ പോയപ്പോൾ കണ്ണനെ വരച്ചത് കണ്ടു, അങ്ങനെ എനിക്കിഷ്ടപ്പെട്ടു, കണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ്. പലർക്കും ഫോട്ടോ കൊടുക്കുന്നു, പ്രത്യേകിച്ച് നമ്മുടെ മോദിജിക്ക് കൊടുക്കുന്നു, സുരേഷ് ഗോപിക്ക് കൊടുക്കുന്നു, അങ്ങനെ പ്രമുഖമായ എല്ലാവർക്കും കൊടുക്കുന്നു. ഇടയ്ക്ക് ഒരു ന്യൂസ് കേട്ടായിരുന്നു, ഒരു തിരുമേനി കല്യാണം കഴിച്ചിട്ട് മക്കളില്ലാതെ ഇരുന്ന സമയത്ത് ഇതുപോലെ ജസ്ന താത്തയുടെ കയ്യിൽ നിന്ന് കണ്ണൻ്റെ ഫോട്ടോ വാങ്ങിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തിരുമേനിയുടെ ഭാര്യ പ്രഗ്നൻ്റായി. എന്തത്ഭുതമല്ലേ! അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ? ഹിന്ദുവിലാണെങ്കിൽ പല രീതിയിലുള്ള നിയമങ്ങളും ഘടനകളും എല്ലാം ഉണ്ട്, മുസ്ലിംസിലുമുണ്ട്, ക്രിസ്ത്യൻസിലുമുണ്ട്. അത് ലംഘിച്ച് ഒരു മതത്തിൽ നിന്നുകൊണ്ട് തന്നെ വേറൊരു മതത്തിനെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറാനോ സംസാരിക്കാനോ ആർക്കും അവകാശമില്ല. അത് മൗലിക അവകാശമല്ല. അവിടെ ഒരു കലാപം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ജസ്ന ഇപ്പം ചെയ്യുന്നതും അതുതന്നെയാണ്. ആദ്യം എല്ലാവരും എടുത്ത് തലേ കയറ്റി വെച്ചു, ഇപ്പം അതേപടി എല്ലാവരും എടുത്ത് താഴെ ഇട്ടു. എന്നിട്ടും അഹങ്കാരം മാറുന്നില്ല. പിന്നെയും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോന്നും ചെയ്തു കൂട്ടിക്കൊണ്ടേയിരിക്കുക. എന്തിനാണ് ഇങ്ങനെ നാണം കെട്ട്, ഇങ്ങനെ ഓരോ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നാണം കെട്ട് ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞപ്പോൾ ഈ സ്ഥാനത്ത് ശിവൻ വല്ലവായിരുന്നെന്നുണ്ടെങ്കിൽ ആ തൃക്കണ്ണ തുറന്നിപ്പോൾ തന്നെ ഭസ്മമാക്കിക്കൊണ്ടേ. അത്രയും വലിയ തെറ്റാണ് ചെയ്തിട്ടുള്ളത്. കൃഷ്ണന് ഇത്ര ഭാര്യമാർ, പട ഒറ്റൊരാളേ ഉള്ളൂ, അത് നമ്മുടെ രാധ മഹാലക്ഷ്മി. ഓരോ അവതാരം എടുത്തു വരുന്നതാണ്. മഹാവിഷ്ണുവാണ് ഈ കൃഷ്ണൻ. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, മഹാവിഷ്ണു പരിപാലിക്കുന്നു. അതുപോലെ തന്നെ മഹാദേവൻ, കൈലാസനാഥൻ, സംഹാരമൂർത്തി. എവിടെ എല്ലാം ആഘോഷങ്ങളുടെയും ഒക്കെ പേരിൽ മതമാണേലും എന്താണേലും വ്രതപ്പെടുത്തുന്നു, അവിടെ സംഹാരമൂർത്തിയായിട്ട് ശിവൻ വന്നിരിക്കും. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരാണേലും 3 പേരാണേലും ത്രിമൂർത്തികൾ 3 പേരാണേലും നമ്മൾ നല്ല രീതിയിൽ പരീക്ഷിക്കും. വാർണിംഗ് സൈൻ തരും ചെയ്യുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ. അത് നമ്മളനുസരിച്ച് മുന്നോട്ട് പോവുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നമ്മൾ ഏത് രീതിയിലാണെങ്കിലും ഒന്നിലും നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള തലമുറ അനുഭവിക്കും. അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്.
പക്ഷെ പണ്ട് പിന്നത്തേക്ക് മാറ്റി വെക്കും. ഇപ്പോൾ അപ്പോൾ ഉള്ളത് അപ്പോൾ തന്നെ അങ്ങ് തരുമോ. താത്ത ഇപ്പോൾ ഒളിവിലാന്നൊക്കെ കേൾക്കുന്നു. കറക്റ്റാണോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കാനും പോയില്ല. നാളെ വിഷുവാണ്. നാളത്തെ കാര്യം ഓർത്തിട്ട് നല്ല ടെൻഷനുണ്ട് സത്യം പറഞ്ഞാൽ. അമ്പലത്തിലെങ്ങാണ് ഇനിയും വരുമോ? വന്നു കഴിഞ്ഞാൽ എന്തായാലും ഭക്തജനങ്ങൾ തടയാൻ ശ്രമിക്കും. ആ തടയുന്ന സമയത്ത് അവിടെ ഒരു കലാപം ഉണ്ടാകാൻ എളുപ്പമാണ്. എളുപ്പമെന്ന് വെച്ചാൽ നല്ലപോലെ എളുപ്പമാണ്. അതിന് മുന്നേ എങ്ങനെയും പിടിച്ച് ജയിലിലിടാൻ പറ്റുമെങ്കിൽ നിയമപാലകരോടുള്ള അപേക്ഷയാണ്. എങ്ങനെയും പിടിച്ച് ജയിലിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ജയിലിലിടുക. ജസ്ന താത്തയെക്കുറിച്ചുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. അതിൽ ഞാൻ എൻ്റെ കുറച്ച് പെയിൻറ്റിങ്സ് കാണിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ അതൊരു ബിസിനസ്സോ ഇതൊന്നുമല്ല. എൻ്റെ മൈൻഡ് ഫ്രീ ആവാനും മൈൻഡിൽ പ്രഷർ കുറയാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും ഈ പെയിൻറ്റിങ്സ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പെയിൻറ്റിങ്സ് ചെയ്ത് കൊടുക്കണം എന്ന് തോന്നിയാൽ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്തെങ്കിലും പെട്ടെന്നൊരു എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അന്നേരം ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് ചെയ്യുന്നത്. അല്ലാതെ ബിസിനസ് ആ ഒരു തരത്തിൽ ഞാൻ ചിന്തിക്കുന്നില്ല. പലരും പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ. പക്ഷെ നമ്മളങ്ങനെ ചെയ്താലും നമ്മുടെ നിന്നാലും വാങ്ങിക്കത്തില്ല. വേറെ ഒരു മതത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് പെട്ടെന്ന് കൃഷ്ണനെയോ ഭഗവതിയെയോ അല്ലെങ്കിൽ ശിവനെയോ ഒക്കെ വരച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ നല്ല ഡിമാൻഡാണ്. ഹിന്ദുവിലുള്ള ഹിന്ദു തന്നെ വരച്ച് കഴിഞ്ഞാൽ അത് അവൾക്ക് വരയ്ക്കാൻ അറിയാവുന്ന അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇതങ്ങനല്ല. വേറെ മതത്തിലുള്ളൊരു കുട്ടിയാണ്. അതപ്പം അത്ര വലിയ കാര്യമില്ല. അത് വാങ്ങിക്കുമല്ലേ വേണ്ടത്. വാങ്ങിക്കേണ്ടവർ വാങ്ങിച്ചു, കുഴപ്പമില്ല. ബിസിനസ്സാക്കി പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. അതൊരു ജീവിത മാർഗമാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ല. പക്ഷെ വേറൊരു മതത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. താത്ത അത് ശ്രദ്ധിക്കണം. എനിക്കത്രേ പറയാനുള്ളൂ.